തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ അവസ്ഥ കൂടി ഒന്ന് നോക്കാം. അവിടെ OP കൗണ്ടറിന് മുന്നിൽ കുപ്പികളും കല്ലുകളും ബാഗുകളും ഹെൽമറ്റുകളും എല്ലാം നിരനിരയായി വെച്ചത് കാണാം. ഇവ ഓരോന്നും ഓരോ ആളുകളുടേതാണ്. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരെ കാണാൻ ടോക്കൺ എടുക്കാൻ സ്ഥലം പിടിച്ചതാണ്. രാവിലെ നേരം പുലർന്ന് ടോക്കൺ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവയുടെ ഉടമകളായ മനുഷ്യർ വന്ന് ക്യൂ നിന്ന് ടോക്കൺ വാങ്ങി ഡോക്ടർമാരെ കാണും. രാത്രി മുതൽ തന്നെ അടുത്ത ദിവസത്തെ ടോക്കൺ കിട്ടാൻ ആളുകൾ അവരുടേതായ രീതിയിൽ ബുക്ക് ചെയ്ത് തുടങ്ങുന്നതാണ് ഈ കാഴ്ച. ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രാകൃതമായൊരവസ്ഥയിൽ തന്നെ തുടരേണ്ടി വരുന്നു എന്നുള്ളത് എത്രത്തോളം ദയനീയമാണ്. ആരോഗ്യ മേഖലയിലേക്ക് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഭൂഷണമാണോ ഇത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് TV പ്രസാദ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്ക് ഒന്ന് കണ്ടുവരാം. ഇത് തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ ജനറൽ ആശുപത്രിയാണ്. ജനറൽ ആശുപത്രിയിലെ OP കൗണ്ടറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സമയം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഈ കാണുന്ന ബോട്ടിലും ഈ കല്ലും ഈ പേപ്പറും ഈ കവറും ഈ കുപ്പിയും ഈ ഹെൽമറ്റും ഈ കാണുന്നതെല്ലാം ഓരോ ആളുകൾക്ക് പകരം ഇവിടെ നിർത്തിയിരിക്കുന്നതാണ്. അതായത് പുലർച്ചെ 3 മണി മുതൽ ഇവിടെ സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഓരോ ആളുകളുടെ പ്രതീകമാണ്. അതായത് രാവിലെ പുലർച്ചെ ഒരു 3 മണി മുതൽ തന്നെ ഇവിടെ ആളുകളെത്തും. ആളുകൾ എത്താനുള്ള കാരണം അവർക്ക് വേണ്ട OP ടിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. തുടക്കം മുതലുള്ള ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട അതായത് നമ്മുടെ സ്കിന്ന്, കാർഡിയാക്ക്, ന്യൂറോ അങ്ങനെ തുടങ്ങിയ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും പ്രധാനമായി. ഇപ്പോൾ സമയം നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഈ ആളുകളെല്ലാം വരിവരിയായി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ ഇത്ര രാവിലെ വരാനുള്ള കാരണം എന്താ? OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. വൈകിക്കഴിഞ്ഞാൽ കിട്ടില്ല അല്ലേ? ലേറ്റായാൽ നമുക്ക് കഷ്ടം. വയസ്സായ ആളല്ലേ, ഞാൻ തിരക്കായിരിക്കും. എന്നും ഇങ്ങനെയാണോ രാവിലെ വരിക? വരണേന്ന് അത്രയും രാവിലെ വരും. നമ്മൾ 5:30 വീട്ടിൽ നിന്ന് തിരിക്കും. ഇവിടെ 6 മണിക്ക്. ഏത് OP-യിലാണ് കാണിക്കണ്ടേ? നമുക്ക് പിന്നെ ENT OP-യിൽ ടിക്കറ്റ് ടോക്കൺ പിറകിലായി പോകും അല്ലേ? രാവിലെ വൈകുന്നേരമായിപ്പോൾ താമസിക്കും. അതുകൊണ്ട് രാവിലെ വരും. എത്ര മണിക്ക് വന്നു? ഞാൻ വെളുപ്പിലേ വന്നു. ഇവിടെ നേരത്തെ വന്ന് തലേ ദിവസം വന്നിരിക്കുന്നവരുണ്ട്, ഇവിടെ കിടന്ന് ചികിത്സിക്കുന്നവരുണ്ട്, തലേന്ന് വന്നിട്ട് ഇവിടേക്ക് തലേന്നൊക്കെ ഉള്ളവരുണ്ട്. അത്ര തിരക്കുള്ളതാണ്. ഇവിടെ ട്രീറ്റ്മെൻറ്റിന് യാതൊരു കുഴപ്പമില്ല. വരുന്ന പേഷ്യൻറ്റിനെ ഡോക്ടേഴ്സ് നല്ല രീതിയിൽ തന്നെ നോക്കി ശ്രദ്ധിച്ചു വിടും. എൻ്റെ നിങ്ങൾ വരാൻ വൈകിയാൽ കുറച്ച് നേരം ആവും. ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് രാവിലെ വന്ന് ഡോക്ടറെ കണ്ട പിന്നെ ടെസ്റ്റുകളൊക്കെ നടക്കും. എൻ്റെ പിറ്റേന്ന് വീണ്ടും വരേണ്ടി വരും 2 ദിവസം. ഇതും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അതായത് പല ടെസ്റ്റുകളും നടത്തേണ്ടതുണ്ട്. അത് ചിലപ്പോൾ വൈകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും, വലിയ തിരക്കൊക്കെ ആണെങ്കിൽ. എന്തായാലും ഇവിടെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലെ OP ടിക്കറ്റിന് വേണ്ടി ഇപ്പോൾ തന്നെ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ നിറഞ്ഞു കവിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഞാൻ TV പ്രസാദിലേക്ക് വരാം. അതിനു മുമ്പ്